Unarunna Keralam Swagatham. Unarunna Keralam. Unarunna Keralam again Swagatham. പട്ടാളവും പോലീസും പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും ക്രിട്ടിസൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസാസ്റ്റർ മൂമെൻറ്റിൽ സഹായിക്കണേ എന്നും പറഞ്ഞ് ഓടിച്ചെല്ലാൻ പറ്റുന്ന രണ്ട് ഗ്രൂപ്പുകളാണ്. പക്ഷേ ഒരു പട്ടാളത്തിൽ സർവീസ് ചെയ്യുന്ന ആളാണെങ്കിലും പോലീസിലാണെങ്കിലും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അവരുടേതായിട്ടുള്ള ഹൈറാർക്കി, റെഡ് ടേപ്പിസം ആൻഡ് ഓൾ ദീസ് തിങ്സ് ഇതിൻ്റെ എല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സിവിലിയനെ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഏതൊരു പൗരനെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് യൂണിഫോം ഫോഴ്സസിൻ്റെയും ഉദ്ദേശം. യൂണിഫോം ഇട്ടവരാരും സങ്കടപ്പെടാറില്ല. പക്ഷേ അത് നമ്മളെന്ന പൊതുസമൂഹം ഓർത്തുകൊണ്ട് അവർ നമുക്ക് വേണ്ടിയാണ് ഈ സർവീസ് ചെയ്യുന്നത്, അവർക്ക് ഒന്നും കൊടുക്കണ്ട, അവരെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട, അവരെ ആദരിക്കേണ്ട, പക്ഷേ അവരെ ഇൻസൾട്ട് ചെയ്യാതിരുന്നാൽ മതി. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ടോപ്പിക് നൗ വിച്ച് ഐ എം ഗോയിങ് ടു ടേക്ക് ഇറ്റ് ടുഡേ. എനിക്കിന്ന് പാനലിൽ 3 റിട്ടയർഡ് മിലിറ്ററി ഓഫീസേഴ്സും ഒരു റിട്ടയർഡ് DGPയും എൻ്റെ കൂടെയുണ്ട്. അവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിലും എന്താണ് പബ്ലിക് വിചാരിക്കുന്നത് ഇതായിരിക്കും ഇന്നത്തെ ഡിസ്കഷൻ. ആൻഡ് വിൽ ടേക്ക് ഓൺ ദിസ് കീർത്തി ചക്ര എപ്പിസോഡ്. സോ ഐ വെൽക്കം Major General N.S. Nair, who commanded Gurkha Rifles during the Bangladesh War in 1971 and was awarded Vishishta Seva Medal. He also was the Additional Director General in the Army Headquarters. He commanded a mountain brigade in Sikkim and he retired in 1987 as Major General. Welcome, sir. Thank you. Brigadier Kailash. He commanded a ATGM battalion and he took part in Op Pavan, Op Vijay, Op Rakshak and retired in 2011. Welcome, sir. Colonel R.J. Nair, who commanded 167 Medium Regiment. And he held various appointments. Mainly, he was appointed as a GTO in a Service Selection Board. Also, one important thing is that he got 2 sons and both are serving colonels in the army. Thank you, sir. Welcome. Shri Jacob Punos, IPS, retired DGP of Kerala. After serving 3.5 decades, he retired in 2012. Welcome, sir. मिट्टी को जो लगी प्यास तो सागर बन के बादल बना, तू चाह ले मन मांग ले तेरे लिए है ये जान. मिट्टी को जो लगी प्यास तो सागर बन के बादल बना, तू चाह ले मन मांग ले तेरे लिए है ये जान. चारों दिशा रे तुझको निहारे ऐसी हो लगन, चलते जा रे मंजिल तुम्हारे चूमेगी कदम. So now I'll come back to Nair, sir. 62 വാറിൻ്റെ സമയത്ത് സാർ ഉണ്ടായിരുന്നു. 62 വാറിലുണ്ടായിരുന്നു ഞാൻ. ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ഒരു ചോദ്യമാണ് സർ. സാർ അന്ന് വരെ പറഞ്ഞു വളരെ ഈസി ആയിരുന്നു ലൈഫ്, കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ ഞാൻ വായിച്ചിട്ടുള്ളൊരു 62 വാറുണ്ട്. നമ്മൾ അൺപ്രിപ്പയർഡ് ആയിട്ടിരുന്ന ഒരു ഇന്ത്യയെ യുദ്ധത്തിലോട്ട് നയിച്ചിട്ടുള്ളൊരു സിറ്റുവേഷനാണ് 62 വാർ എന്ന് പറയുന്നത്. അൺപ്രിപ്പയർഡ് പട്ടാളക്കാർ, 303 റൈഫിൾ, അതിൽ പ്രാക്ടീസ് ചെയ്യാൻ പോലും ആമിനേഷൻ ഇല്ലാതിരുന്നൊരു കാലം. ആ ഒരു കാലത്തിന് എങ്ങനെയാണ് സർ ഒരു സുവർണകാലം എന്ന് പറയുന്നത്? കാരണം ഒരു പട്ടാളത്തിനെ സംബന്ധിച്ചിടത്തോളം വി ആർ സപ്പോസ് ടു ബി ഡിഫെൻസീവ് ഓൾവേസ്. ആ ഡിഫെൻസിന് വേണ്ടി പലരും ചോദിച്ചിട്ടുണ്ട്, ഈ പട്ടാളക്കാർക്ക് എന്തിനാണ് ശമ്പളവും ചാപ്പാടും കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ നിർത്തിയിരിക്കുന്നത്, യുദ്ധം വരുമ്പോൾ മാത്രം വിളിച്ചാൽ പോരെയെന്ന്. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രാക്ടീസ് ക്യാമ്പ് പോലുള്ള സംഭവങ്ങളും ഇതെല്ലാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ യുദ്ധം എന്ന് വരുമെന്ന് ആർക്കും അറിയില്ല സർ. ആ ആർക്കും അറിയാത്തൊരു സിറ്റുവേഷനിൽ ഇരുന്നതാണ് 1962 വാർ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഇന്ത്യ ചീനി ബായ് ബായ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ലി മൂവ്മെൻ്റ് ഒക്കെ നടത്തിയിരിക്കുന്ന സമയത്താണ് ചൈന വന്ന് അറ്റാക്ക് ചെയ്തതും. ആ അറ്റാക്ക് ചെയ്തപ്പം ഞാൻ ഇന്നും ഓർക്കുന്നു സർ, ബാറ്റിൽ ഓഫ് റസാംഗ്ല എന്ന് പറഞ്ഞ് സാർ മറക്കില്ലായിരിക്കും ആ ഒരു ബാറ്റിൽ ഓഫ് റസാംഗ്ല. ഞാനൊരു സിനിമ പിടിക്കുമ്പോഴും പ്ലാൻ ചെയ്തതായിരുന്നത്. 13 കുമൗണ്ട് പോയിട്ട് 124 പേര് പോയാൽ 116 പേരും മരിച്ചു, 4 പേരും ഇഞ്ചോർഡ്, 6 പേരെ ഇതുവരെയും മിസ്സിംഗ് ആണ്.
ഇതാണല്ലോ ആ റെക്കോർഡ് അതിൻ്റെ. സോ അങ്ങനെയുള്ളൊരു യുദ്ധത്തിന് എങ്ങനെയാണ് സാർ അതിന് നമുക്കൊരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിരോധാഭാസമായിട്ടല്ലേ എനിക്ക് തോന്നുന്നത് അതാണ് സാർ. കാരണം നമുക്ക് വേണ്ടതായിട്ടുള്ള പട്ടാളക്കാർക്ക് വേണ്ടതായിട്ടുള്ള പ്രൊട്ടക്ഷൻസോ ആംസോ ആംനേഷനോ കിട്ടാതിരുന്നൊരു സമയം, എന്നിട്ട് ബാറ്റിൽ ഓഫ് റസാംഗ്ലയിൽ പോയിട്ടുള്ള റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂം ചപ്പലിട്ടിട്ട് ആ ബറ്റാലിയൻ വാറിന് പോയിട്ടുണ്ട് സാർ. സിഒ അടക്കം റിഫ്യൂസ് ചെയ്തു, എൻ്റെ പിള്ളേർക്ക് ഈ യുദ്ധത്തിന് പോകാൻ പറ്റില്ല കാരണം വി ആർ നോട്ട് പ്രിപ്പയർഡ്. അതിനെക്കുറിച്ച് ഒന്ന് ജനങ്ങൾക്കൊന്ന് ഹൈലൈറ്റ് കൊടുക്കാൻ പറ്റുമോ സാർ? ഞാൻ സുവർണകാലം എന്ന് പറഞ്ഞത് വേറൊരു അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞു സംഭവിച്ചത്. ഓക്കെ, സുവർണകാലം ഈസി ഗോയിങ് ലൈഫ്, എവറിത്തിങ് വാസ് റുട്ടീൻ. പക്ഷേ ആ കാലത്തിനെ 62 വാറുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം, ജസ്റ്റിഫൈ ചെയ്യുന്നുമില്ല. അപ്പോൾ 62 വാറിൽ ഞാൻ 62 വാർ ടൈമിൽ ക്യാപ്റ്റനായിരുന്നു. ജമ്മു പിന്നെ സാംബ പാകിസ്ഥാൻ ബോർഡറിലായിരുന്നു എൻ്റെ ഓപ്പറേഷണൽ റെസ്പോൺസിബിലിറ്റി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ചുകൂടി ഒരു 2-3 വർഷമായിട്ട് ഞാൻ 4-5 പുസ്തകങ്ങൾ ഐ എം റീഡിങ് ഈവൻ നൗ. 4-5 പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് മാപ്പ് വെച്ചുകൊണ്ട് വായിക്കുകയാണ്. അപ്പോൾ പറയുന്നത് ഗവൺമെൻറ് ഹെറാർക്കി തുടങ്ങി താഴോട്ട് അപ് ടു സം ലെഫ്റ്റനൻറ്റ് കേണൽസ് പലരും വാസ്തവത്തിൽ ഈ യുദ്ധം ഇങ്ങനെ വരാൻ കാര്യം വന്നതിൽ മേജർ ഫെയിലിയർ ഓഫ് വിഷൻ ആൻഡ് ലിവിങ് ഇൻ എ ഡ്രീം വേൾഡ് അറ്റ് ദി ഗവൺമെൻറ് ലെവലിൽ ഇങ്ങനെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചൈന ഹിന്ദി ചീനി പൈ വൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഒരു തെറ്റായിട്ടാണെന്ന് ഇപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പറയാൻ അന്നാരും പറയാൻ ധൈര്യമില്ലായിരുന്നു. പറയാൻ ശ്രമിച്ചവരെ കൃത്യമായ വീട്ടിൽ പറഞ്ഞയച്ചു, ഹ്യൂമിലിയേറ്റ് ചെയ്ത് പറഞ്ഞയച്ചു. അതൊക്കെ വളരെ ഒരു അക്യുസേറ്റീവായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനൊരു പബ്ലിക് ഇതിൽ പറയാൻ ഇഷ്ടമില്ലെങ്കിലും അതാണ് വാസ്തവികത എന്ന് പറഞ്ഞു ഒക്കുള്ളൂ. അത് കഴിഞ്ഞാൽ താഴോട്ട് ഈസ്റ്റേൺ ആർമി കമാൻഡർ ലെവൽ ജനറൽ ഥൊറാട്ട് വളരെ നല്ല പ്ലാൻസൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിനെ ഒന്നും വകവയ്ക്കാതെ ചെയ്ത് എന്നിട്ട് നമ്മുടെ ആർമി വെസ്റ്റേൺ സെക്ടറിൽ പഞ്ചാബിലും ജമ്മുവിലും അറ്റ് വെസ്റ്റ് കാശ്മീരിലും ചെറിയ തരത്തിലുള്ള ഓപ്പറേഷൻസിനായിട്ട് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് കൃത്യമാണ്. നേഫ സൈഡിലെ ഈസ്റ്റേൺ സൈഡിലേക്ക് വളരെയധികം അത്രയൊന്നും ഇല്ലായിരുന്നു. There was no thought about it. There is no deep thinking. There is no planning about it. There are superficial plans. പറഞ്ഞു അവിടെ ചൈനീസ് ഹോളയിൽ വരുന്നു, ലോങ് ജൂൽ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആസാം റൈഫിൾസിന് അയച്ചു എന്ന് പറഞ്ഞു. ആസാം റൈഫിൾസിന് അയച്ചു. അവിടെ ആസാം റൈഫിൾസ് എന്ത് ചെയ്യാനാ? ദർ ലൈക്ക് എ പോലീസ് ഫോഴ്സ്, ദർ നോട്ട് മെന്റ് ടു ഫൈറ്റ്. പക്ഷെ അവിടെ അയച്ചു. അവിടെ അയക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടോപ്പ് ലെവൽ in government administration they do not realize that just sending 15 or 20 or 12 Assam rifles people in various posts do not make our borders inviolate. അത് അങ്ങനെ ഒരു അറിവില്ലായിരുന്നു. നമ്മൾ 62 വാറിന് ഒരു തരത്തിലും മാനസികമായിട്ടും ഫിസിക്കലായിട്ടും തയ്യാറല്ലായിരുന്നു. അത് വലിയ തെറ്റാണ്. അതുപോലെ തന്നെ അവിടത്തേക്ക് ബാറ്റിൽ ഡീറ്റെയിൽസ് വായിക്കുമ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ men fought very well when they were well led. Where there was poor leadership, they folded up. Junior officers also did very well. അപ്പോൾ 100 പേരിൽ 2-3 പേര് you'll always find they are not up to it in terms of bravery or whatever professional എന്നല്ലായിരുന്നു. പക്ഷേ generally the junior leadership did well, and middle and senior leadership, particularly senior level hierarchy and a high macro level leadership fail ആയി എന്നാണ്. That's the reality in my view, in my understanding. പറയുന്നത് വെറുതെ പറയുകയല്ല എന്ന് വെച്ചാൽ ഞാൻ വളരെയധികം ഇതിനെപ്പറ്റി
സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റഡി ചെയ്തു കഴിഞ്ഞു വരുന്നത് ഇതാണ്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിനോട് ചെയ്ത ഒരു ക്രൈം ആയിട്ട് തന്നെ സംസാരിക്കാൻ, ഇത്രത്തോളം ഇഗ്നോർ ചെയ്തത്, മനസ്സിലാക്കാതെ ചൈനയുടെ ഡീപ്പ് സീറ്റഡ് പ്ലാൻസ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് വലിയ കഷ്ടമാണ്. സാർ, ഇവിടെ എനിക്കൊരു സംശയം, അത് പബ്ലിക്കിനും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ സംശയം ഞാൻ ചോദിക്കുന്നത്. മക്മോഹൻ ലൈൻ എന്ന് പറയുന്ന ആ ഒരു, ഞാൻ പറയുന്നത് ഒരു ഡെമോക്രറ്റ്സോട് പോലെയായിരുന്നത്. അത് ലൈൻ അവർ മാപ്പിൽ വരച്ചിട്ട് ബ്രിട്ടീഷുകാർ നമുക്കിട്ട് പണി തന്നിട്ടങ്ങ് പോയി. അത് ഓൺ ഗ്രൗണ്ടിൽ അവർ എന്തെങ്കിലും അത് മാർക്ക് ചെയ്തിട്ടാണോ പോയത്? അല്ല. അന്ന് എന്തെങ്കിലും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടായിരുന്നോ ചൈനയും ഇന്ത്യയും തമ്മിൽ? മക്മോഹൻ ലൈൻ എന്ന് പറയുന്ന ലൈൻ ഇമാതിരി പറയാൻ സാധിക്കില്ല. 2, 3, 4 ബ്രിട്ടീഷ് ക്യാപ്റ്റൻസ് 1910, 11, 12 ഒന്നും ഇല്ലായിരുന്ന സമയത്ത് മലകൾ കയറി ഇറങ്ങി അവരുടെ അന്നത്തെ ഉള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചുകൊണ്ട് വാട്ടർ ഷെഡിൽ നടന്ന് എക്സെപ്റ്റ് നോർത്ത് ഈസ്റ്റ് അങ്ങേ അറ്റത്ത്, നേഫായുടെ അങ്ങേ അറ്റത്ത് മാത്രം അവർ നടന്നില്ല. ബാക്കി എല്ലാം നടന്ന് വരച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് മക്മോഹൻ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ ഉള്ളത്. അത് ഇതൊന്നും ഇട്ടില്ല, കല്ലുകളൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ആ സ്റ്റേജ് എത്തിയില്ല. 1914 വാർ തുടങ്ങുന്നതിന് മുമ്പേ സിംലയിൽ അതിനെപ്പറ്റി ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടിബറ്റൻ ഒരു സീനിയർ റെപ്രസെൻറ്റേറ്റീവ് അവിടെ സിംലയിൽ പോയിരുന്നു. ചൈനീസ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു. പറഞ്ഞു, ഇതിനെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇതാണ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അത് നല്ല അന്നത്തെ അവൈലബിൾ ടെക്നോളജി അനുസരിച്ച് ഒരു ലൈൻ ഉണ്ടാക്കിയതാണ്, പ്രിസ്ക്രൈബ് ചെയ്തതാണ്. പക്ഷേ അതിനെ കല്ലിട്ട് ആ സ്റ്റേജ് എത്തുന്നതിന് മുമ്പേ 1418 വാർ വന്നു. ചൈന ആ മീറ്റിംഗ് സിംല കോൺഫറൻസിൽ ഇനീഷ്യൽ ചെയ്തു, ആ ഡോക്യുമെൻറ്റിൽ ഇനീഷ്യൽ ചെയ്തിട്ട് പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ ഇനീഷ്യലേ ചെയ്തിട്ടുള്ളൂ, അപ്രൂവ് ചെയ്യുന്നതല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. വേറാസ് ഈ മക്മോഹൻ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഓൺ ദി ടിബറ്റ് ഇന്ത്യ ബോർഡർ, നോട്ട് ഇൻ ചൈന ഇന്ത്യ ബോർഡർ. ചൈന പറയുന്നത് ടിബറ്റ് ഞങ്ങളുടേതാണ്, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നതാണ്, ആഫ്റ്റർ തോട്ടായിട്ട്. അന്നും പറഞ്ഞത് അൾട്ടിമേറ്റ്ലി ടിബറ്റ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ടിബറ്റൻ ഒരു സീനിയർ ഒഫീഷ്യൽ പോയിരുന്നാൽ, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല, പറഞ്ഞു he signed. There is a document, Mcmahon Land document, he signed, Indian government signed, Chinese official initialed. And then they backed out saying that no, you have done it under pressure, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഈ മക്മോഹൻ ലൈൻ. അപ്പോൾ മക്മോഹൻ ലൈൻ ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം 47-48 പറഞ്ഞത് മക്മോഹൻ ലൈൻ ഈസ് ദിസ് ലൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ചൈനീസിൻ്റെ സ്ട്രാറ്റജി എപ്പോഴും എന്തെങ്കിലും ഒരു ദേ ഓക്യുപ്പൈ എ പ്ലേസ് ആൻഡ് സേ ബിയോണ്ട് ദാറ്റ് our line is up. അവരുടെ China was always like concept. എല്ലായിടത്തും അങ്ങനെയാണ്. മക്മോഹൻ ലൈനിൻ്റെ കാര്യം ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. That's fine. Then that means I was in war. He was in 71. I was G3 of 54 Artillery Brigade. Okay. I was a permanent low medical category, and they issued out my posting order on the 3rd of December, and that order landed in my hand. So I kept it hidden in a file. I went in for war. Okay. I was in Sakargat. We moved in from Samba. Samba to Sakargat. Actually, we moved from Secunderabad, and they were initially moving us to eastern side. We went up to Mughalsarai. Even railway people did not know where we were heading for. അവിടെ ചെന്നതിന് ശേഷം പറഞ്ഞു നൗ യു ആർ ഗോയിങ്. അവിടെ നിന്ന് തിരിച്ച് ജലന്ധറിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് നമ്മൾ ഡീട്രെയിൻ ചെയ്തത്. രാത്രിയാണ് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് മൂവ്മെൻറ്റിൻ്റെ ചാർജ് എനിക്ക് G3-ക്കായിരുന്നു. ഞാനായിരുന്നു കൊണ്ടുപോയത് കോൺവായ്. കൊണ്ടു ചെന്നിട്ട് രാവിലെ പഞ്ചാബിലെ ഫീൽഡ്സിൽ മുഴുവൻ ഡിപ്ലോയ്മെൻറ്റ് ചെയ്തു. രാത്രി രാവിലെ നോക്കുമ്പോൾ കാണുന്നത് അവിടെ എല്ലാ ഫീൽഡും, അത് സിവിൽ മിലിറ്ററി റിലേഷൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫീൽഡ്സിൽ നിറച്ച് പൊട്ടറ്റോയും പിന്നെ ബ്രിഞ്ചോൾസും ഒക്കെ ക്രോപ്സ് അങ്ങനെ റെഡിയായി കിടക്കണം. എല്ലാം നാശിപ്പിച്ച് നാരായ വീഴ. അപ്പോൾ യുദ്ധം ഇങ്ങനെ പിരിമുറിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സൈഡിലാണ്. രാവിലെ ചെന്ന് നോക്കിയപ്പം എനിക്ക് തന്നെ വിഷമം തോന്നി. ഒരു കൃഷിക്കാരൻ്റെ കൊച്ചുമോനാണ് ഞാൻ. അപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇത്രയും കൃഷി നശിപ്പിച്ചല്ലോ. അപ്പോൾ നമ്മുടെ കോമ്പൻസേഷൻ ഫണ്ടുണ്ട്. എൻ്റെ JCO വിട്ടിട്ട് പറഞ്ഞു അവിടെ ഒരു മിസ്റ്റർ ശർമ്മയുടെ തോട്ടമാണിത്. വലിയ ഫീൽഡാണ്. അബൌട്ട് 50 acres ഓഫ് ലാൻഡ് ഉണ്ട്.
അയാളത്ത് പറഞ്ഞ് ഞാൻ രാവിലെ ഒന്ന് കാണണം, അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ ഫീൽഡിലായിരിക്കും, ഒരു 8 മണിക്ക് സാറിനെ കാണാൻ വരാം, അല്ലെങ്കിൽ സാർ അങ്ങോട്ട്. ഞാൻ പറഞ്ഞു ഞാനതിൽ കുറ്റം ചെയ്തിരിക്കണം, ഞാൻ അങ്ങോട്ട് പോകും. ഞാനവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇല്ല. ഒരു വലിയ വീടാണ്, മുൻവശത്ത് മുഴുവൻ സിമെൻറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു സൈഡിൽ പൊട്ടറ്റോ കൂട്ടിയിട്ടിട്ടുണ്ട്, വേറെ സൈഡിൽ ബ്രിഞ്ചോൾസ് ഉണ്ട്, പേരക്കായുണ്ട്. ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഇദ്ദേഹം വന്നൊരു ട്രാക്ടർ ഓടിച്ചിട്ട് വന്നൊരു വെളുത്ത മനുഷ്യൻ, വെള്ള ഷർട്ട്, ജൂബ, തട്ടുടുത്തിട്ടുണ്ട്, തലക്കെട്ടുണ്ട്. ട്രാക്ടറിൽ നിന്ന് ഇറങ്ങി കൈയും കാലും കഴിയും എന്നെ ലീഡ് ചെയ്ത് ഡ്രോയിങ് റൂമിൽ കൊണ്ടുപോയപ്പോൾ പോഷ് ഹൗസാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്നെ തൊഴുത് 2 കൈയും പിടിച്ച് തൊഴുതിട്ട് പറയാണ്, സാർ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വന്നു, അത് എന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോമ്പൻസേഷൻ തരാൻ വന്നാണ്, ഞങ്ങൾ കൃഷി മുഴുവൻ നശിപ്പിച്ചു. സാർ അങ്ങനെ ഒരിക്കലും പറയരുത്, ഞങ്ങളുടെ ജീവനാണ് വലുത്, ഈ പൊട്ടറ്റോസ് ഒന്നും പോയെന്ന ഒരു കാര്യമല്ല. ഞാൻ അങ്ങോട്ട് സാറിനെ കണ്ട് എന്ത് കൊടുത്തയക്കണമെന്ന് ചോദിക്കാനിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. So I was touched. This is what the point which I am coming. പഞ്ചാബിലും കാരണം ഒരു യുദ്ധം കണ്ടിട്ടുള്ള ബോർഡർ ഏരിയയിലത്തെ സ്റ്റേറ്റുകളിൽ, അത് പഞ്ചാബിൽ എസ്പെഷ്യലി ഞാനും കണ്ടിട്ടുള്ളതാണത്. അവരൊരു കോർഡിയൽ റിലേഷൻ. ഒരു പട്ടാളം പോയിട്ട് 87 ഓപ്പറേഷൻ ബ്രാസ്റ്റാക്കിൻ്റെ സമയത്ത് ഞാൻ GP ആയിരുന്ന സമയത്ത് ഗണ്ണ് ഡിപ്ലോയ് ചെയ്യാൻ പോയി സാർ. ഇതേപോലെ രാത്രി കൊണ്ടിട്ട് കുഴിയെല്ലാം കുഴിച്ച് ഗണ്ണെല്ലാം ഡിപ്ലോയ് ചെയ്തു. കുഴിക്കുന്ന സമയത്ത് അറിയാം എന്തോ ഒരു സാധനം ആണ് ഈ വരുന്നത്, എന്തോ ഫ്രൂട്ട്സ് എന്താണെന്നുള്ള അറിയില്ല. പിന്നെ നോക്കുമ്പോൾ ഇത് പൊട്ടാറ്റോസും ക്യാപ്സിക്കുമായിരുന്നു, വിളഞ്ഞു നിൽക്കുന്ന ഷിംല മിർച്ചും പൊട്ടാറ്റോസും ഇതെല്ലാം നിരത്തി 6 കുഴിയും കുഴിച്ച് 360 ഡിഗ്രിയിലുള്ള കുഴിയും കുഴിച്ച് ഗണ്ണൻ ഡിപ്ലോയ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ കാലത്ത് ഒരു സർദാർ ഒരു 4 മണിയായപ്പം ഞങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ശബ്ദം കേൾക്കാം. അയാൾ വന്നിങ്ങനെ നോക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഉണ്ട്, പട്ടാളമുണ്ട്, ഫുള്ളുണ്ട്. അയാൾ രാത്രി ടോർച്ച്, അപ്പം ഞാൻ പറഞ്ഞു ടോർച്ച് അടിക്കില്ലേ എന്ന് പറഞ്ഞു. അയാൾ വന്ന് ഒരു കൂളായിട്ട് ഒരു വിധത്തിലുള്ള വികാരം. നമ്മൾ ഇവിടേക്ക് ആണെങ്കിൽ അന്ന് രാത്രി ഇവിടെ ഒരു 1000 ആൾക്കാരുണ്ടാവും സാർ, യൂണിയൻ ഉണ്ടാവും, ഗവൺമെൻറ് ഉണ്ടാവും, കൊടിയുണ്ടാവും, പലതും ഉണ്ടാവും. കാരണം ഇവർ യുദ്ധം കണ്ടിട്ടില്ല. അപ്പം അന്ന് സാറ് പറഞ്ഞ പോലെ തന്നെ ഈ സർദാർ അവിടെ നിന്ന് പോയിട്ട് കാലത്തൊരു 8 മണിയായപ്പം ഇയാൾ അതേ വണ്ടിയിൽ കുറേ 2 ബക്കറ്റിൽ പാലും ആയിട്ടാണ് വരുന്നത്. അതിനുശേഷം ആ ഒരു മാസം ഞങ്ങൾ ട്രീറ്റ് ചെയ്തവളാണ്. നോ പ്രോബ്ലം. അവർ ശരിക്കും യുദ്ധം വന്നു കഴിഞ്ഞ് 4 ബോംബ് ഇവിടെ വീണ് കഴിഞ്ഞാൽ ഞങ്ങളില്ലല്ലോ, നിങ്ങൾ പിന്നെ വയ്യ ബോധപ്പെടുന്നു. ഇതാണ് അവിടത്തേക്ക് ഒരു ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് അവിടേക്ക് പട്ടാളക്കാരോടുള്ള ആ റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവർക്ക് റെസ്പെക്റ്റ് നമ്മളോട് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഫീലിംഗ് ഓക്കെ. പക്ഷേ എൻ്റെ ഫീൽഡ് വന്നിട്ട് ഇതുപോലെ പട്ടാളത്തിൽ പാങ്ങോട് ക്യാമ്പെന്ന് കൊണ്ടുപോയിട്ട് 1000 പട്ടാളക്കാർ പോയിട്ട് ഏതെങ്കിലും ക്യാമ്പിൽ നെൽപ്പാടത്ത് കൊണ്ടുപോയിട്ട് ക്യാമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഇവർക്ക് അറിയാൻ ഇവിടെ ഒരു യുദ്ധമൊന്നും വരുന്നില്ല എന്നുള്ളത്. ദാറ്റ്സ് എ ഫാക്ട്. പക്ഷേ ഇതേ സംഭവം നമ്മളവിടെ ഷിംല മിർച്ചിൻ്റെയും അല്ലെങ്കിൽ ബാസ്മതി റൈസിൻ്റെയും ഫീൽഡുകൾ നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അതിനകത്തോട്ട് പോയിട്ട് ഗണ്ണെല്ലാം കൊണ്ട് ഡിപ്ലോയ് ചെയ്യുന്നത്. കാരണം ആ ഏരിയ ബേസിക്കലി അതൊരു യുദ്ധഭൂമിയാണ്. അവിടെയാണ് അവിടെ ജനങ്ങൾ ജീവിക്കുന്നത്. So what do you think about this kind of feeling? See, firstly, it is wrong to compare Punjab with Kerala. The attitudes are two very, very different. Having said that, it is not to say that the Malayali does not respect the soldier. He has tremendous amount of respect for the soldier. And that we see it in the numbers of Malayalis who are in the various arms, in the various services. Practically the entire medical corps is full of Malayalis. Your entire nursing corps is full of Malayalis. Signal corps. Your entire EME is full of Malayalis. Signal corps. Entire corps of signals are full of Malayalis. So it is the love of the profession of arms that forces Malayalis to come there. പറഞ്ഞ പോയിന്റ് ബ്രിഗേഡിയർ കലേഷ് മനസ്സിലായില്ല. കാരണം ഞാൻ പറഞ്ഞത് അവിടുത്തെ ആളുകൾ ബാറ്റിൽ ഫീൽഡിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും പട്ടാളക്കാരെ റെസ്പെക്ട് ചെയ്യുന്നതെല്ലാം. അതായത് അവർക്കൊരു ഫീലിംഗ് ഉള്ളത് നമ്മൾ അവരുടെ സേവിയേഴ്സ് ആണ്. സേവിയേഴ്സ് എന്നുള്ളത് ഇവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് അറിയില്ല. ഇവിടെ അങ്ങനെ നമ്മൾ സേവിയർ റോളിൽ സേവിയർ എന്തിനു സേവ് ചെയ്യുന്നു? മേജർ രവി പറഞ്ഞത് വളരെ ശരിയാ. സേവിയർ റോളായിട്ട് ഇവർ കാണത്തില്ല പട്ടാളത്തിന്. ബട്ട് ദേ വിൽ സീ ദ ആർമി ആസ് എ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് വിൽ ഗിവ് യു ഫെയർ പ്ലേ, ദാറ്റ് വിൽ ഗിവ് യു ജസ്റ്റിസ്, that will help you to bring back order in case there is a certain disturbance out there. They look at you like that. They don't look you as a service. See, I'll tell you, Major Ravi, the problem is that after experiencing Punjab, I want the same treatment in Kerala. It cannot happen. It cannot happen. It will not happen. So I must understand that, look, Keralites are different from Punjabis. In his own way, he is respecting me. I'm grateful to that. And I'm happy with that. That is what I'm saying. It is not no comparison. My expectation should not be as what I get in Punjab. No, you should not expect at all. Because we, പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിലും ശരി, don't expect them to respect you. You have done your duty and you just go. ഇന്ന് കേരളത്തിൻ്റെ ഒരു ലുക്ക് ഫോർ ദ ആർമി or even for this any uniform force for that matter, they look at it as a prestigious job. അത് ഈവൻ IPS-നകത്തും നമ്മൾ നോക്കുന്ന എത്രയോ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ കേരളത്തിലെ ആളുകൾക്ക് ഈ ബാറ്റിൽ ഫീൽഡിലെ സേവിയറാണ് ആർമി എന്നുള്ള ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് അവർക്കില്ല. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും പൊതുരക്ഷയ്ക്കായിട്ടാണ് ആർമി പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധം അത് വളരെ കൂടുതലുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ മേജർ രവി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എവിടെയെല്ലാം ഒരു ആർമി ജവാനോ ഒരു ആർമി ഓഫീസറോ ഒരു BSF ജവാനോ ടെററിസ്റ്റ് ആക്രമണങ്ങളിലോ അല്ലെങ്കിൽ ബോർഡർ ഇൻസിഡൻറ്റിലോ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൻപുറങ്ങളിലെല്ലാം അവർക്കൊരു മെമ്മോറിയൽ ഉണ്ട്. അവർക്കൊരു മെമ്മോറിയൽ ഇല്ലാത്ത ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഞാൻ ധാരാളം ചടങ്ങുകളിൽ സംബന്ധിക്കാറുണ്ട്. അവിടെയെല്ലാം തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് ആ പ്രദേശത്തുനിന്ന് ആരെങ്കിലും, വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ, പക്ഷെ ആരെങ്കിലും അങ്ങനെ ആക്ഷനിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കായിട്ടൊരു മെമ്മോറിയൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും യോജിക്കുന്നതിന് കാരണം ഹർഷൻ രാധാകൃഷ്ണൻ എൻ്റെ സ്റ്റുഡൻ്റ്. അതെ, ഹർഷൻ രാധാകൃഷ്ണൻ മരിച്ചപ്പോൾ റോഡിന് പേരിട്ട് ഹർഷൻ രാധാകൃഷ്ണൻ റോഡ്, ഹർഷൻ റോഡ്. അത് കേരളത്തിൽ, അത് കേരളത്തിലെ ഉള്ളൂ. അത് കേരളത്തിലെ കേരളത്തിലെ അത് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ തന്നെ വിധവകള്, ഇവരുടെ വിധവകള് എനിക്ക് അഭിമാനം ഉണ്ടെന്ന് പറയുന്നു, എൻ്റെ ഭർത്താവ് രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ഉണർവ് വന്നിട്ടുണ്ട്. ആ ഒരു ടെൻഡൻസി വളരെ കൂടുതലായിട്ട് കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ സേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് ഞാൻ ഒരു കപ്പ് പാലുമായിട്ടോ ഇദ്ദേഹത്തിനെ കൊടുത്ത പോലെ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തിലകക്കുറി അറിയിക്കാൻ വേണ്ടി കുട്ടികളൊന്നും ഇല്ലെങ്കിലും ഈ മനസ്സിൽ ഈ ഒരു പ്രതിബിംബം നമുക്ക് പട്ടാളത്തെ കുറിച്ചുണ്ട്. അത് വളരെ അത് വളരെ ഉണ്ട്. അത് നമുക്കില്ല എന്ന് അവർക്കങ്ങനെ നല്ലൊരു ഫീലിങ്സ് ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, എപ്പോഴെങ്കിലും ഈ രാജ്യത്തിൻ്റെ സുരക്ഷ അപകടത്തിലാണ് എന്നൊരു തോന്നൽ നമുക്ക് കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഉണ്ടാക്കിയാൽ അവരും വളരെ വിജിലൻ്റാണ്. ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതായത് 2010, 11, 12 കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ബോംബെ ആക്രമണം കഴിഞ്ഞതിന് ശേഷം, ബോംബെയിലുള്ള ടെററിസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തീരദേശ സുരക്ഷ അപകടത്തിലാണ് എന്നൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ബോംബെയിൽ അവർ വന്നത് came by a boat, landed on the coast and then attacked. So അപ്പോൾ തീരദേശ സുരക്ഷയെക്കുറിച്ച് നമ്മൾ വളരെ നാളായിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷേ ബോംബെ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീരദേശ സുരക്ഷയെക്കുറിച്ച് നമ്മൾ ശ്രമിച്ചു. അപ്പോൾ നമ്മളെന്താ ചെയ്തത്? നമ്മൾ തീരദേശത്ത് പോയി പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ കോസ്റ്റൽ സുരക്ഷ കമ്മിറ്റികളെന്ന് പറഞ്ഞ്, കോസ്റ്റൽ വിജിലൻസ് കമ്മിറ്റീസ് പറഞ്ഞ് 76 കമ്മിറ്റികളുണ്ടാക്കി, കോസ്റ്റ് ഗാർഡിനെ കൂടെ അതിനായിട്ട് ബന്ധപ്പെടുത്തി, നേവിക്ക് ഒരു കൺട്രോൾ റൂം ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മൾ ഈ കപ്പലൊക്കെ പിടിച്ച്, നമ്മുടെ ഇറ്റാലിയൻ കപ്പലൊക്കെ പിടിച്ച്, അങ്ങനെയാണ്. അത് വേറൊരു രീതിയിൽ. പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ആളോട് പറഞ്ഞു, ആര് സ്ട്രേഞ്ചേഴ്സ് വന്നാലും ഈ മത്സ്യത്തൊഴിലാളികളെ നമ്മളെ ഇൻഫോം ചെയ്യണമെന്ന് നമ്മളൊരു കൊടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ടെസ്റ്റ് നടത്തുമായിരുന്നു, ചില ഓപ്പറേഷൻസ്. അതായത് നമ്മളൊരു റെഡ് ടീം, ബ്ലൂ ടീം എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം ആർമിയുടെ, നേവിയുടെയോ പോലീസിൻ്റെ ആളുകൾ മനഃപൂർവ്വം പാകിസ്ഥാൻകാരാണ് അല്ലെങ്കിൽ മറ്റുള്ള വിദേശരാണെന്ന് പറഞ്ഞുള്ള വ്യാജേന ഏതെങ്കിലും ഒരു ബോട്ടിൽ കയറി ഈ കേരളത്തിൻ്റെ തീരത്തോടുകൂടി ട്രിവാൻഡ്രത്തേക്കോ എറണാകുളം ലക്ഷ്യമാക്കി മൂവ് ചെയ്താൽ ഒറ്റയിടത്തിന് പോലും കടന്നു വരാൻ സാധിച്ചിട്ടില്ല. എല്ലാവരെയും ഈ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചു. ആരൊക്കെ അനധികൃതമായിട്ട് രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചു വ്യാജേന വന്നവരെ മുഴുവൻ പേരെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചു. അപ്പോൾ ഒരു കോസ് ഉണ്ടെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ സുരക്ഷ അപകടത്തിലാണ്, എൻ്റെ സഹായം രാജ്യത്തിന് ആവശ്യമുണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ പൗരജനങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ ദേ ആർ കേപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് ടു ദാറ്റ്. അതാണ് തെളിയിക്കുന്നത്. എല്ലാവരും പിടിച്ചു. വേഷം മറിയാണല്ലോ അവർ വരുന്നത്. യു ആർ ഓൾ ഫെമിലിയർ വിത്ത് ദി ഓപ്പറേഷനിൽ, അങ്ങനെയുള്ള ഡമ്മി ഓപ്പറേഷൻ. ഈ ഡമ്മി ഓപ്പറേഷനിൽ വ്യാജ ടെററിസ്റ്റായിട്ട് കൺസീൽ ചെയ്ത് മത്സ്യത്തൊഴിലാളികളായിട്ട് ശ്രീലങ്കൻ മുക്കുവരായി അങ്ങനെയൊക്കെ പറഞ്ഞ് കൺസീൽഡായിട്ടാണ് അവർ വരുന്നത്. പക്ഷെ എല്ലാവരെയും ഈ മത്സ്യത്തൊഴിലാളികൾ പിടിക്കുകയും അടുത്ത പോലീസ് സ്റ്റേഷനിൽ പിടിച്ചേൽപ്പിക്കുകയും ചെയ്തു. കാരണം അവർ അത്ര വിജിലൻ്റാണ്, ഈ വരുന്ന ആരാണ്. അപ്പോൾ അങ്ങനെ ഒരു ദാറ്റ് പർട്ടിക്കുലർ, ഇപ്പോൾ പഞ്ചാബിലെ ബോർഡറിൽ പാലുമായിട്ട് വന്ന ആ സർദാർ
ആ സർദാറിൻ്റെ മാനസികമായ ഒരു ബന്ധു, മനസ്സുകൊണ്ട് ആ സർദാർ ബോധം ഇപ്പോഴും നമ്മുടെ തീരപ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഈ രാജ്യസ്നേഹത്തിൻ്റെ ഒരു സ്രോതസ് കേരളത്തിന് മലയാളി ഹൃദയത്തിലുമുണ്ട്. ആ മലയാളി ഹൃദയത്തിലുള്ള രാജ്യസ്നേഹത്തിന്റെ സ്രോതസ് കണ്ടുപിടിക്കാനും നമ്മൾ ശ്രമിക്കണം. അവരെ കൂടി ഈ രാജ്യത്തിന്റെ സുരക്ഷയിൽ പങ്കാളികളാക്കി അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഇതിനോട് ചേർത്ത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് രവി, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. There has been a marked perception somewhere from the time when you started making your movies, all about the war sequences that you've made, this Trivo, Kandahar, Kargil, okay. Other than there has been a different perception of the Malayalis as far as the soldiers concerned, and it has been a very positive step as far as the Malayalis is concerned. So I can't help saying that. That is what our point on the finish here. Sir, പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ മലയാളീസിനകത്ത് ദേശസ്നേഹം ഇഷ്ടം പോലെയുണ്ട്. ഇത് ആദ്യത്തെ സിനിമയിൽ ഞാൻ ഡയലോഗ് എഴുതിയിരിക്കുന്നുണ്ട്. ഈ ദേശസ്നേഹം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് വരുമ്പോഴും അല്ലെങ്കിൽ കാർഗിൽ യുദ്ധം വരുമ്പോഴും മാത്രം ഉണ്ടാവേണ്ടതല്ല, ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിലും ഉണ്ടാവണമെന്ന് എഴുതിയിട്ടുള്ളത്. അതിന് ഭയങ്കരമായിട്ടുള്ള ക്ലാപ്പ് കിട്ടിയിട്ടുള്ളൊരു സീനാണത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഓരോ മലയാളിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ചാണെങ്കിൽ ഇവിടെ ഭയങ്കര സ്പിരിറ്റാണ്. അതേപോലെ കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് ഇവിടെ ജാതി പ്രശ്നമില്ല, മതപ്രശ്നമില്ല, പാർട്ടി പ്രശ്നമില്ല, എല്ലാവരും ഒരുമിച്ചിട്ടായിരുന്നു. ആ ഒരു 3 മാസം 4 മാസം വി ഓൾ വർ സോ യുണൈറ്റഡ്. ഇവിടെ ഒറ്റ കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടായിട്ടില്ല. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞ പോലെ തന്നെ ദി ഗവൺമെൻറ് ആൾസോ അത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇതുപോലെ ലോക്കൽ ജനങ്ങളെ കൂടെ നിങ്ങളുടെ കൂടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് അവർക്ക് ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ടു ക്രിയേറ്റ് ദ ടെറിട്ടോറിയൽ നേവി, ബ്രിങ്ങിങ് ദ ഫിഷർമെൻ ഫോക്ക് ഇൻ ടു ദ ടെറിട്ടോറിയൽ നേവി പാരലൽ ടു ദ ടെറിട്ടോറിയൽ ആർമി. അപ്പം കേരളത്തിൽ മുഴുവൻ തീരദേശമാണ്. 4580 കിലോമീറ്ററാണ് നമ്മുടെ തീരദേശങ്ങളുള്ളത്. അപ്പം ഈ ഒരു രാജ്യത്തിൽ ഒരു ടെറിട്ടോറിയൽ ആർമി കൊണ്ടുവരികയാണെങ്കിൽ 2 മാസം അവർക്ക് നേവൽ ട്രെയിനിങ്ങും ബാക്കി സമയം അവിടെ മത്സ്യം പിടിക്കുന്ന തൊഴിലുമാകും. അതിനുമായിട്ട് അനുബന്ധമായിട്ട് ഒരുപാട് തൊഴിൽ കിട്ടും. കോൾഡ് സ്റ്റോറേജ് ഉണ്ടാകും, ബോട്ട് മാനുഫാക്ചർ ഉണ്ടാകും, റിപ്പയർ ഉണ്ടാകും, ഫിഷ് പ്രോസസ്സിംഗ് ഉണ്ടാകും. ഇതെല്ലാം ടെറിട്ടോറിയൽ ആർമിക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ പട്ടാളത്തിന്റെ ലൈഫിൽ പ്രത്യേകിച്ച് സാറിന് ഇപ്പോൾ വാർഫീൽഡിൽ എൻ്റെ സർവീസിൽ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 1971 വാറിൽ എൻ്റെ ഞാനെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ട്രൂപ്സ്, എൻ്റെ ബറ്റാലിയൻ ആണ് ഞാൻ എന്ന് പറയുന്നത്. അതിനെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ എന്ന് പറയുന്നതല്ല. എൻ്റെ ഹൈലൈറ്റ് എന്താണ്? പാർട്ടിസിപ്പേഷൻ ഇൻ ദ 1971 war and successfully participating. First experience of facing the bullets by young soldiers, green soldiers, which I saw, which is it's very interesting to know. ആദ്യമായിട്ട് ഞാൻ 3rd ഡിസംബറിന് യുദ്ധം തുടങ്ങിയല്ലോ. 3rd ഡിസംബർ 4 മണിയായപ്പോഴത്തേക്ക് we infiltrated into Bangladesh, അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് ഒരു 15-20 മിനിറ്റ് അഡ്വാൻസ് എന്നാണല്ലോ പറയാൻ ചെയ്തപ്പോഴത്തേക്ക് മെഷീൻ ഗൺസ്, LMGs, rifle, mortars, all started firing, okay, from a distance. But we had about 25% പുതിയ സോൾജേഴ്സാണ്. വന്നതേ ഉള്ളൂ, ട്രെയിനിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അവരെ ഞങ്ങൾ ഓരോരുത്തടത്തും മറ്റുള്ളവരുടെ കൂടെ മിക്സ് ചെയ്ത് ഇട്ടു. വരുന്നപ്പോഴത്തേക്ക് they quickly went to the ground. അതല്ല ചെയ്യാനുള്ള അങ്ങനെ അല്ലല്ലോ. Unless the fire is effective, you don't go to ground. അവര് ഭയം കൊണ്ട്, ഭയത്തിൻ്റെ കാര്യം ഭയം കൊണ്ട് അവിടെ took to ground എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരും കമ്പനി കമാൻഡേഴ്സ് എല്ലാം കൂടെ അവരെ പറഞ്ഞ് എഴുതിപ്പിച്ചു. ദെൻ ആ ഫസ്റ്റ് ഫെയർ കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ് by next morning by about 12 o'clock, in the opposite battalion of Pakistan, 25 Frontier Force Rifles, I had the sort of privilege of being able to lay an ambush behind
their defensive positions and trapped them. By about 2 o'clock, we had the commanding officer, 6 other officers, and 202 other ranks of 25 24s in the jug. And then commanding officer Akbar Beg, he said, Colonel Saab, ye kyun aap kar rahe ho? Ye log aapko dhoka dega. Dekhiye, ye choohe hain. So they are rats. Why are you helping them? I said, you worry about it. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നു. അത് ഞാൻ ബംഗ്ലാദേശിൽ ചെന്നപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞപ്പോൾ ചോദിച്ചു, did you ever feel that we let you down? I said, no, I did not. I did not then, I did not now. So they were very happy. That's one. One other instance I'd like to say, one experience which once in a lifetime you get as an infantry officer. ഞങ്ങൾ 12-ാം തീയതി, ഡിസംബർ 12-ാം തീയതി, മേഘന റിവർ എന്നൊരു നദിയുണ്ട് അവിടെ. 10 kilometer ആണ് അതിൻ്റെ വിത്ത് ആ സ്ഥലത്ത്. Very wide and fast flowing and full of water and so on. അപ്പോൾ I was given the task, I was called up from Chandpur, I was given the task of taking my battalion in 2 lots of 14 helicopters each across the Meghna and proceed further to a place called. The problem is that Namala Army Infantry Battalion tactical loads section is a tactical unit, and the platoon is a tactical unit. When you load into the helicopters, you load in tactical units. It's called vertical envelopment in this. All tactical, these things are all gone for a 6 completely. 2 kilometers by 2 kilometers. No command control. A second lot, second lot, and you come back, second lot was a helicopter. I have no information about what the enemy is. Enemy undo illa, the div commander, the brigade commander, I have no idea. I said, okay, then I'll take the risk. He said, yes. GOC said, General Hira said, yes, I am responsible, you go. If casualties are there, I and 28 helicopters landed in 2 installments, and my battalion was all over the place. Regaining control was a very, very difficult thing. I mean, it's been radio, fall in. I take the risk. Fall in. In about 15 minutes, they all sort of came into one line and sorted them out in tactical loads and then pushed off. Improvisation. It's terrible. It was you know how it is. So that is 2 instances. You are on wireless communication. Wireless radio communication. But somebody is here. You want to get them organized. Yeah, it's pretty tough. 20 kilos, 15 kilos weighing. 1971 war in the celebration, Bangladesh ഈയിടെ നടന്നു. അവർ പറയുന്നത് ലിബറേഷൻ വോർ എന്നാണ് അവർ വിളിക്കുന്നതിനെ. War of Bangladesh Liberation. അതിൽ I had the privilege of being invited as a guest of the Bangladesh government along with my wife and about 20 odd other officers and wives of both Army, Navy and Air Force. വിളിച്ചിരുന്നു. 16th December ആയിരുന്നു അവരുടെ ലിബറേഷൻ ഡേ. ഞാൻ പറയുന്നത് നമ്മൾ ഇന്ത്യൻ ആർമി അവരെ സഹായിച്ചതിൽ അവരുടെ അക്നോളജ്മെൻറ്റ്, അതിനെപ്പറ്റിയുള്ള അക്നോളജ്മെൻറ്റ് എത്ര സിൻസിയറായിട്ട് അക്നോളജ് ചെയ്തു എന്നുള്ളതാണ്. അത് കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ ആളുകൾ, നമ്മുടെ സോൾജേഴ്സ്, നമ്മുടെ ഓഫീസേഴ്സ് യുദ്ധം ചെയ്തു, വളരെ പേര് മരിച്ചു, വളരെ പേര് വുണ്ടഡായി. അതെല്ലാം വച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആഫ്റ്റർ ഓൾ 46 വർഷം കഴിഞ്ഞതിന് ശേഷവും അവർ നമ്മൾ ചെയ്ത സർവീസിനെ അക്നോളജ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു വലിയൊരു ഫീലിംഗ് ഉണ്ടായി. പക്ഷെ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി. ഞങ്ങളെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, വാർ മിനിസ്റ്റർ, ആർമി, നേവി, എയർഫോഴ്സ് ചീഫ്സ്, ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് എല്ലാവരും റിസപ്ഷൻ നടന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും അവർ അക്നോളജ്മെൻ്റ് ആണ് പറഞ്ഞത്. നമ്മൾ എന്തെല്ലാം നമ്മുടെ സഹിച്ചു, നമ്മുടെ ആളുകൾ അവരുടെ കൂടെ ചേർന്ന്, മുക്തിവാഹിനിയോട് ചേർന്ന് സഹിച്ചു എന്ന് പറഞ്ഞൊരു അക്നോളജ്മെൻറ്റ്. അത് മാത്രമല്ല, അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എമംഗ്സ് 8, 10, 16 പ്രോഗ്രാം മറ്റും ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രോഗ്രാമിൽ
ഞങ്ങളെല്ലാവരെയും ഹെലികോപ്റ്റേഴ്സിൽ കൊണ്ടുപോയി ഓരോരോ ബാറ്റിൽ സൈറ്റ്, ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽ സൈറ്റ്സ് എവിടെ ഞങ്ങൾ യുദ്ധം ചെയ്തോ അവിടെ ഞങ്ങളെ കാണിച്ചു തന്നിട്ട് പറഞ്ഞ് ഓർമ്മിക്കുക എന്നാണെന്ന് പറഞ്ഞു. വേറൊരു കാര്യം, 1971 യുദ്ധസമയത്ത് മുക്തി ബാഹിനിയുടെ ഒരു സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് ഹറൂൺ ആർ റഷീദ് പറഞ്ഞിട്ടൊരാൾ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇപ്പോൾ ഈ ഡിസംബറിന് പോയപ്പോഴത്തേക്ക് 15-ാം തീയതിയുള്ള ഒരു മുക്തിവാഹിനി റിസപ്ഷൻ നടന്നതിൽ 70 പേരുണ്ടായിരുന്നു, ലേഡീസ് ജെന്റിൽമാൻ. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് വിളിക്കുന്നു, ഓ വെരി ജനറൽ നായർ, വെരി ജനറൽ നായർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. ഞാൻ തിരിഞ്ഞ് നോക്കിയതാരെ, അപ്പോൾ ഒരാൾ ഇതാ നിൽക്കണമെന്ന് പറഞ്ഞു. സോ ഹി കെയിം, 6 feet 3 inches, handsome looking man of about 65 to 70 in age ഗ്രൂപ്പിൽ പറഞ്ഞ്, ഓ സാർ എന്ന് പറഞ്ഞിട്ട്, ഐ എം ഹറൂൺ, റിമെമ്പർ നമ്മൾ ഒരുമിച്ച് സാറിൻ്റെ യു ആർ മൈ കമാൻഡിങ് ഓഫീസർ, യു വേർ മൈ കമാൻഡിങ് ഓഫീസർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ആ മനുഷ്യന്, ആ ഓഫീസറിന് ഒരു ടാസ്ക് കൊടുത്തു, ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു, അത് എന്ത് സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ട് മേ ഐ ഹഗ് യു എന്ന് പറഞ്ഞ് ഹി ഹഗ് മീ ട്വൈസ്. ദെൻ ഹി സെഡ് ഹി റിസൈൻ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ആ മനുഷ്യൻ കുറേ കഴിഞ്ഞിട്ട് ആ ഓഫീസർ ബംഗ്ലാദേശിൻ്റെ ആർമി ചീഫായി, ഫുൾ ജനറൽ ഹറൂൺ ആർ റഷീദ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഹി വാസ് സെൻഡ് ആസ് ഹൈ കമ്മീഷണർ ടു ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്. അങ്ങനെ അക്നോളജ്മെൻറ്റിൻ്റെ, അതുപോലെ പ്രൈം മിനിസ്റ്റർ ഏറ്റവും കൂടുതൽ അക്നോളജ്മെൻറ്റ് ചെയ്ത് സിൻസിയറായിട്ട് ജെനുവിനായിട്ട് ചെയ്തത് അവിടുത്തെ പ്രൈം മിനിസ്റ്ററായിരുന്നു. വളരെ വളരെ എല്ലാ ലേഡീസിനോടും സംസാരിച്ച് കൈ കൊണ്ട് തൊഴുതുകൊണ്ട്, അവർ മുസ്ലിംസ് ആണെങ്കിൽ തൊഴുതുകൊണ്ട് പറഞ്ഞു, വി അക്നോളജ് ദ എമൗണ്ട് ഓഫ് സാക്രിഫൈസ് ദാറ്റ് യുവർ പീപ്പിൾ, യുവർ സോൾജേഴ്സ് have done and the blood that you shed and that is mixed with the soil of this country. We will never forget that. അത് യുദ്ധമാണല്ലോ ഏറ്റവും വലിയൊരു ടെസ്റ്റ് ഓഫ് സർവീസ്. യൂണിഫോം ഇട്ടുകൊണ്ട് സെർവ് ചെയ്യുന്നതിൻ്റെ ultimately if you participate in war and if you are lucky that you are on the winning side, you are able to change things, that is the biggest satisfaction. This is a memory of a soldier. ഒരു സോൾജർ എപ്പോഴും മരിക്കുന്നവരേക്ക് ആ ബാറ്റിൽ ഫീൽഡിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എൻകൗണ്ടേഴ്സിൻ്റെ ഒക്കെ സ്ഥലത്ത് പോകുന്ന സമയത്ത് we are so lucky to go back to that place. Why? Because we are alive. നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മെമ്മറിയിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. Sir, Surya's personal belongings and this national flag. ജീവിച്ചിരിക്കുമ്പോൾ പട്ടാളക്കാരനൊരു വിലയുമില്ല. മരിച്ചു കഴിഞ്ഞാൽ രാജ്യം കൊടുക്കുന്ന ആദരവ് കാണാനുള്ള ഭാഗ്യവുമില്ല. പക്ഷെ നാടിനു വേണ്ടി ജീവിച്ച് നാടിനു വേണ്ടി മരിക്കുന്ന സൂര്യയെ പോലുള്ള ധീര ജവാന്മാർക്ക് രാജ്യം കൊടുക്കുന്ന ആദരവ് ഞങ്ങളെപ്പോലുള്ള ജീവിച്ചിരിക്കുന്ന പട്ടാളക്കാർക്കുള്ള ഉത്തേജനമാണ്. നമ്മളെപ്പോലെ പലരും ഇതുപോലുള്ള ഓപ്പറേഷൻസ് കഴിഞ്ഞ് ജീവനോടെ ഇരുന്ന് തിരിച്ച് വയസ്സാവുന്ന സമയത്ത് അവിടെ പോകുമ്പോഴാണ് മൈ ഗോഡ്, ഡിഡ് ഐ ഡു ദിസ് തിങ്, ഹൗ ഡിഡ് ഐ ഡു ഇറ്റ് എന്നുള്ളൊരു അതിശയം നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. ഈവൻ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസിനെ കുറിച്ച് ഞാനിപ്പം
നാളെ ഞാൻ കൊനാനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അത് പോലീസ് സ്റ്റേഷനാണ് സാർ ഇപ്പം. ആ ശിവരാസിൻ്റെ ഹൈഡ് ഔട്ട് എന്ന് പറയുന്നത്. അവിടെ പോയപ്പം ചുമ്മാ ഞാനവിടെ എങ്ങനെയുണ്ടത് ആ വീടൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ പറഞ്ഞു അത് പോലീസ് സ്റ്റേഷൻ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്ന്. അപ്പോൾ അതിലായിരുന്നു ശിവരാസനും ഗ്യാങ്ങും ശുഭയും ഗ്യാങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എൻകൗണ്ടർ ചെയ്തത്. അപ്പോൾ അതിലന്ന് ഞങ്ങൾ വെടിവെച്ചിട്ടുള്ളതിൻ്റെ മാർക്കുകൾ ചുമരിന് മുകളിലുണ്ട്, വെച്ചിട്ടുണ്ട്. അത് പോലീസുകാർ മാറ്റിയിട്ടില്ല സാർ. അപ്പോൾ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയാം, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവർ കന്നഡികൾ എന്തൊക്കെയോ വളരെ അറഗൻ്റായിട്ടൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ ഐ ഡിഡ്ന്റ് ഈവൻ ബോദർ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഐ എം ലുക്കിംഗ് അറ്റ് ദിസ് തിങ്, ये जो मार्क्स है ना ये मैंने बनवाया है. അപ്പോൾ അവർ ആ സബ് ഇൻസ്പെക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു പോയി ക്യാപ്റ്റൻ സാബ്, യെസ് ക്യാപ്റ്റൻ രവീന്ദ്രൻ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവിടെ പോലീസ് സബ് ഇൻസ്പെക്ടറുടെ ചെയറിൽ ഇരുത്തുന്നു, നമുക്ക് ചായ വരുന്നു. ഇതില്ല യു ഫീൽ സോ നൈസ് ആൻഡ് മെമ്മറീസ് ഗോസ് ബാക്ക്. ആ എൻകൗണ്ടറിൽ എൻ്റെ ഒരു പയ്യന് വയറ്റിൽ കൂടെ വെടി കൊണ്ടിട്ടുണ്ട്. ഇതൊക്കെ അപ്പം ഇങ്ങനെ ഓർമ്മ വരികയാണ്. പട്ടാളക്കാരനല്ല എങ്കിലും ഒരുമാതിരി പട്ടാള സമാനമായ രണ്ട് അനുഭവങ്ങൾ ഞാൻ ഈ സമയത്ത് പറയുന്നത് ബോറല്ലെങ്കിൽ അതായത് രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒരു 3 കൊല്ലം ഞാൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് റെഡി ആയിരുന്നു. എൻ്റെ കീഴിലൊരു 7000-ഓളം 7 ബറ്റാലിയന്, 2 ആർട്ടിലറി റെജിമെൻറ്റ്, ഒരു കോസ്റ്റൽ സെക്യൂരിറ്റി വിങ്, ഇത്രയും ഉണ്ടായിരുന്നു. 93 ഏപ്രിലിൽ ഞാൻ സോപ്പോറിൽ ചെന്നു. അപ്പോൾ സോപ്പോർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും അവിടെ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അണ്ടർ ആർമി ആൻഡ് BSF. ആർമിയോട് ഞാൻ സോപ്പോർ ചെല്ലുന്ന സമയത്ത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആർമിയുടെ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ BSFൻ്റെ ഒരു കോൺവോയിലാണ് ചെല്ലുന്നത്. ആരോടും പറയാതാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് പറയത്തില്ല. വഴി ചോദിച്ചാൽ പോലും ആരും പറഞ്ഞു തരത്തില്ല. വഴി ചോദിച്ചാൽ പോലും ഇഫ് യു ആസ്ക്, അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ അവിടെ ചെന്നു. ഇപ്പം സോപ്പോറിൽ ഞാൻ അവിടുത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിലാണ് നമ്മുടെ മീറ്റിംഗ് നടന്നത്. അവിടെ ബാങ്കിങ് ആക്ടിവിറ്റി ഒന്നുമില്ല. അത് BSFൻ്റെ ഗാർഡ് അവിടെ ഉണ്ട്. അപ്പോൾ അകത്തിരുന്ന് ലോക്കൽ പ്ലറ്റൂൺ കമാൻഡേഴ്സിൻ്റെയും കമ്പനി കമാൻഡേഴ്സിൻ്റെയും മീറ്റിംഗ് നടത്താൻ വേണ്ടി ഞാൻ പോവാണ്. എന്നെ ഒരു BSF ജിപ്സിയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. 4-5 ജിപ്സി ഉണ്ട്, അത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. കണ്ടിന്യൂസ് ഫയറിംഗ് ആണ്. ഫയറിംഗ് ഈസ് കണ്ടിന്യൂസ്ലി ഗോയിങ് ഓൺ. ഇത് ബുള്ളറ്റ് പ്രൂഫ്, ഒരു ടെമ്പററി ബുള്ളറ്റ് പ്രൂഫ് ജിപ്സിയാണ്. സോപ്പോർ ടൗണിലേക്ക് പ്രവേശിച്ച ഉടനെ ഈ ഓടിച്ചുകൊണ്ടിരുന്ന കമാൻഡർ എന്നോട് പറയുക, മലയാളത്തിൽ പറയാം, സാറേ നമുക്ക് ഇറങ്ങി നടക്കാം. ഞാൻ ചോദിച്ചു ഇയാൾക്ക് ഈ ഉച്ചയാക്കി ഇയാൾക്ക് വട്ടായോ എന്ന് വിചാരിച്ചു. കാരണം ഫയറിംഗ് ഈസ് ഗോയിങ് ഓൺ. അപ്പം ഞാൻ പറഞ്ഞു എന്താ? അദ്ദേഹം ഹീസ് ദ ബറ്റാലിയൻ കമാൻഡർ, ഞാൻ അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ധൈര്യം കുറയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം ഇറങ്ങി, ഞാനും ഉടനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാനും ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, സാറേ ആ കടയുടെ ഷോപ്പിൻ്റെ സൈഡിൽ ചേർന്നുള്ള ഫുട്പാത്ത് വഴി നടന്നാൽ മതി. എന്താണെന്ന് ചോദിച്ചു. സാറേ ഇനി നമ്മൾ ജീപ്പേ പോവുകയാണെങ്കിൽ നൗ മോർട്ടർ ഫയർ ഈസ് കമ്മിങ് ഫ്രം ദ അതർ ഹിൽ. മോർട്ടർ ഈസ് നോട്ട് ലൈൻ ഓഫ് സൈറ്റ്, ഇറ്റ് ഈസ് കമ്മിങ് ലൈക്ക് ദിസ്. ഇനി സാറ് ജീപ്പേ പോവുകയാണെങ്കിൽ അവർ ജീപ്പ് ക്യാൻ ബി ടാർഗറ്റഡ് ബൈ മോർട്ടർ. നേരെ മറിച്ച് ഇറങ്ങി സ്ട്രീറ്റ് ആയതുകൊണ്ട് സൈഡിൽ ബിൽഡിങ്ങിൻ്റെ കവർ ഉള്ളതുകൊണ്ട് നോ ബുള്ളറ്റ് ക്യാൻ he gave me very sensible advice. ഞാൻ ആ ജീപ്പ് കൊണ്ട് പോയിരുന്നെങ്കിൽ I would have fallen into that mortar shelling because it comes like this. പാരബോളിക് ആയിട്ട് വരുന്നതാണ് ഇത്. കടയുടെ ഓരം ചേർന്ന് നടന്ന്, so the last kilometer from the edge of the Sopore town to the State Bank of India, up a slight hill, I walked through that fire. And absolutely safe because I am protected by because they അപ്പുറത്തിരുന്നുകൊണ്ട് ഫയർ ചെയ്യുന്നത് ഇങ്ങോട്ട് കിട്ടത്തില്ല. ഡയറക്റ്റ് ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത് കിട്ടത്തില്ല. എവിടെയാണ് സാർ ആ ഇത് സോപ്പോർ അതന്നെ ലോക്കൽ കമാൻഡറിന് അറിയാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് എക്സ്പീരിയൻസ്. ആൻഡ് അവിടെ പോയിട്ട് മീറ്റിംഗ് നടത്തിയപ്പോൾ മീറ്റിംഗിന്റെ സൈഡിൽ മുഴുവൻ സാൻഡ് ബാഗ്സ് ആണ്. സാൻഡ് ബാഗ്സ് ആണ് വെച്ചിരിക്കുന്നത്, കംപ്ലീറ്റ് സാൻഡ് ബാഗ്സ്. ഇടയ്ക്കിടയ്ക്ക് സാൻഡ് ബാഗ്സിന്റെ ഏറ്റവും മുകളിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, നോ സാൻഡ് ബാഗ് ക്യാൻ ഫിൽ ഇൻ ദ ടോപ്പ് ഗ്യാപ്പ്. ഏറ്റവും മുകളിൽ വരുമ്പോൾ ഒരു ഗ്യാപ്പ് വരും. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് 2-3 ബുള്ളറ്റ് നമ്മുടെ മേശത്തോട്. It's a great experience for me. First time I'm coming under a live bullet fire, that too under mortar fire. This is a big experience, rarely for a police officer. And second experience is more hazardous. There is stupidity on that. Because my border given to me was the Gujarat border, longest border, 521 kilometers long. And the first 100
100 kilometers are creeks, creek area. അപ്പോൾ ഇവിടെ കൊടേശ്വർ എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ഫസ്റ്റ് പോസ്റ്റ്. Sir Creek is in the jurisdiction. In fact, Sir Creek is the only disputed territory between India and Pakistan even today. Yes, you know that. Even today, that's the only disputed territory. അപ്പോൾ എനിക്കത് 40 വയസ്സ്, ജസ്റ്റ് 40+ ആണ്. ഐ എം മോർ, ഇപ്പോഴാണെങ്കിൽ ഞാൻ പോവില്ല. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചാൽ പറഞ്ഞു, സാർ അങ്ങോട്ട് 50 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ പോസ്റ്റിൽ നിന്ന് ബോട്ടിൽ പോകണമെങ്കിൽ. സോ ഞാനും ഇവിടെ നാഗർകോവിലുകാരനൊരു ബെൻറ്റ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ 2 ബോട്ട് എടുത്ത് we decided that we will go to Sir Creek. ഞങ്ങൾ 50 കിലോമീറ്റർ ബോട്ട് ഓടിച്ച് സർ ക്രീക്കിൽ ചെന്നു. വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഞങ്ങൾ സർ ക്രീക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഞങ്ങൾ രണ്ട് ബോട്ട്. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ തൊട്ടടുത്ത് പാകിസ്ഥാൻ്റെ ഏരിയ ആണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് റേഞ്ചേഴ്സ് ഈ കാര്യം അറിയുന്നുണ്ടല്ലോ, ഇങ്ങനെ 2 പേര് ഇവിടെ വരുന്നുള്ള കാര്യം. അവരെന്ത് ചെയ്തു, സർ ക്രീക്ക് ഇസ് എ വെരി നാരോ ക്രീക്ക് അറ്റ് ദിസ് മൗണ്ട്. അവരിങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ആളിനെ വിളിച്ചോണ്ട് കൂട്ടി അവിടെ കുറച്ച് നേരം ബോട്ട് ഇട്ട് ഞങ്ങളുടെ ഇതങ്ങ് പിന്നെ ഞങ്ങൾക്ക് സർ ക്രീക്ക് വെളി വരാൻ പറ്റില്ല, അവരങ്ങ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടുപോയി, ഇന്ന് രാത്രി ഏതായാലും പാകിസ്ഥാനിലെ ഒരു ജയിലിൽ കഴിയാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ബെനറ്റിൻ്റെ സർ, നൗ ഇറ്റ് ഈസ് ലോ ടൈഡ്, ആഫ്റ്റർ സം ടൈം ദ ഹൈ ടൈഡ് വിൽ കം. Those fellows are going to wait for us to come back. We are going up the Sir Creek. Up the Sir Creek മുഴുവൻ ഇന്ത്യയാണ്. ഈ സർ ക്രീക്കിൻ്റെ ബോർഡറിലുള്ള സെൻറ്റർ ലൈനിനെ കുറിച്ചാണ് നമ്മുടെ ഡിസ്പ്യൂട്ട്. So they are going to catch us when we come back. So we will go up the Sir Creek. We can go up to about 20 miles വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. എന്നിട്ട് we went up the Sir Creek. In the night the tide will come. അപ്പോൾ water level will rise by about 15 feet. We can go across another creek ഉണ്ട്, പടാല ക്രീക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമുക്ക് വിൽ ട്രൈ അവർ ലക്ക് വെദർ വി ക്യാൻ ക്രോസ് ടു പടാല ക്രീക്ക് അറ്റ് ഹൈ ടൈഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോയി രാത്രി മുഴുവൻ അവിടെ വെയിറ്റ് ചെയ്തു ഫോർ ദ ഹൈ ടൈഡ് ടു കം. ആൻഡ് ദ ഹൈ ടൈഡ് കെയിം ആൻഡ് ലിഫ്റ്റഡ് us gently up and up and up and finally we drove across to India along the land on high creek tide. ടൈഡ് വന്നപ്പോൾ എൻ്റെ മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു, അതുവഴി ഞങ്ങൾ പടാല ക്രീക്ക് പോയി രക്ഷപ്പെട്ടു. So this is the daily experience of border security force. ഇത് രണ്ടും നമ്മൾ ഈ സോപ്പോറിൽ നടന്ന കാര്യവും ഈ ബോർഡർ പെട്രോൾ പോകുന്ന കാര്യങ്ങളും, this is the daily experience of the border security force all over India. ഞാനവിടെ ഡെപ്യൂട്ടേഷൻ ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയിരുന്നു. But day in and day out, young men and women, young men from all over India. Even women also. ഞാൻ പോയപ്പോൾ വിമൻ ഇല്ലായിരുന്നു, ഇപ്പോൾ വിമൻ ഉണ്ട്. ഇപ്പോൾ വിമൻ ഉണ്ട്. അന്ന് courageous. എല്ലാ ദിവസവും every day, every single inch of that border is patrolled. Every day, braving all this danger, braving weather, braving sandstorm, braving snow, every inch of that border is patrolled so that we are safe. Now, Brigadier Kailash. I had the good fortune of being in 2 units. One was 6 guards, which basically comprised more than 50% of Malayalis. Baki elam from the other 3 states. We were the first to go to Oppavan, Sri Lanka. 6 guards, which was in DG Punus knows it very well. Pangod issue. And I am very grateful to him. There S.I. Soman and that case. He was a police member of the court of inquiry that happened after the wedding. So notwithstanding that, that's a very personal thing. We were the first unit to go to Oppavan, Sri Lanka, and because of our demographic, because mostly Malayalis and Tamilians, Kannadigas and Andhrites, we were split up into all over. All the other units did not know how to speak Tamil, so they wanted reps from my unit to go and help them out. Notwithstanding that, 6 guards was responsible for capturing a very, very famous temple, Nallur Kandaswamy temple. We were all a part of that, and I honestly believe that that broke the backbone of the LTT as far as Sri Lankan operations are concerned. My second highlight was that I commanded an ATGM battalion. ATGM is anti-tank guided missiles. കാരണം ഒരു ടാങ്കിനെ ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്ന മിസൈലാണത്. ഡയറക്റ്റായിട്ട് അതിൻ്റെ ചെയിന് അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു അതിനാണ് ഈ ATGM എന്ന് പറയുന്നത്. Yes, sir. Yeah, but the thing is that it never destroyed any tanks during my time, but 15 of my deaths were deployed in Kargil during the Kargil operations. The equipment was so effective that I honestly believe that it speeded up the operation by at least 30 to 40%.
We were able to use the night sights with very telling effects to get the artillery fire, which was mostly in the direct firing route. These are two very, very important highlights as far as my career was concerned. There have been a lot of small ones, but that's mostly to be debated on a coffee day. I would tell you in war, 1971 war, the main thing was on the, I don't remember exactly the date. It was then 3 grenadiers where Hoshar Singh got Paramveer Chakra and that operation. In the night about 7 o'clock or 8 o'clock, 7:30, around 8 o'clock, there was a sound of Yali, an attack coming across. Lelial Forest on side, 16 Madras was there, 3 grenadiers was on this side, and we had about 100 cannons with us. It is a battle-winning factor, no doubt about it. Artillery is a battle-winning factor. അപ്പോൾ ഞാനായിരുന്നു കമാൻഡ് പോസ്റ്റിൽ ഡ്യൂട്ടിയിൽ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഡെഡ്. ലൈൻസ് വെർ കട്ട്. The wireless were jammed. I didn't know what to do. I just opened fire on the DFs. The DFs were in the wheat field between this forest and our positions. And immediately the wireless came live. The battery commander called me and said, drop 200, repeat. Drop 200, repeat. And this, they were attacking and they were dropping. You get as an artillery officer. And the casualties were so many that came on the cover page of Illustrated Weekly, the casualty, with the Lieutenant Colonel lying dead like this. That was in that operation. It was a high point of that. I cannot forget that. I was instrumental in opening DFs, and we all the 100 cannons were fired there. I remember that one incident. One small incident before that, we, as General said, we were all green soldiers. When we jumped into a trench, the aircraft were strafing, Pakistan aircraft. The rocket fell there. The cartridge was ejected. It came in the parapet in front of my trench, right in front of my nose. It went down and stood up like this with the smoke coming out. I collected it. It's a memento in my house. Even now it's there. If it has hit my helmet, it would have been like an egg broken. That would have happened. Saved my life. The next achievement I can tell you is, in 33 Corps, I was the Colonel GS Artillery. There we have created Madhavan Garden, which has become a very point of attraction there. Then created the War Museum that there. And we have made a sand model which is so very good, depicting right beyond Lhasa. And this side we have got Kanchenjunga and everything to scale the other side on plastic. That was in 33 Corps headquarters. 33 Corps headquarters. Sugana. I was the one. I was station commander for 3 years then. That's the time, and I was Gunner GSRT also. The greatest thing was we were doing the retrial of the brand BF-21 Grad motor, multi-barrel rocket launcher. It was failure in Siachen. Adina thirichu retrial nu koduthachapo I just joined from Delhi. I was in Army headquarters, director recruiting, officer selection. So I joined as a Colonel GS, and our commander, Brigadier Virender, and myself, he called me and said the first task is, can we take it on as a challenge and retrial? And we used to fly every 3rd day, 2nd day by helicopter with pistol guns firing, smoke firing. We did a lot of work, and ultimately we could find it falling so far away, and we made the range table. It was made effective. The retrial was successful. That was used in Kargil. I think artillery became a battle-winning factor. Yeah, artillery was a winning factor. Wonderful job by rockets. I think I have satisfaction of doing the retrial. That is a high point of my life. Thank you so much. Major Ravi, I need to just interject one bit. We have one of the greatest Malayalis who's a hero and an icon for all of us, Colonel N.J. Nair. Ashok Chakra, Keerthi Chakra. I think you should tell the audience about him. Yeah. I personally know him. Major. Colonel Nair died in Eastern Sector. Because he was in MO Directorate. MO Directorate, when I was ADC, he was MO Directorate. We were very friendly because in 91, that was the time. Colonel NJ, that time, he had only Shaur Chakra. After this operational, when he died on this operation, that was the time he got this Keerthi Chakra also. He's from Trivandrum. He's from Trivandrum. He's a relative of mine. Yeah. So now these kind of heroes have to be remembered. Now Colonel NJ Nair, I don't know whether his family is watching this thing. We all salute you, ma'am, and the children. Why? Because those kind of officers are very rare. Why? Because they just come, do their job, duty, and they just diminish. But
They will not die in the heart of the army soldiers. Why? Because they are always a lesson for us.